പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും CPM-ൽ കടുത്ത വിഭാഗീയതയാണ്. വിമത നേതാക്കളുടെ നേതൃത്വത്തിൽ കൊഴിഞ്ഞാമ്പാറയിൽ പുതിയ പാർട്ടി ഓഫീസ് തുറന്നു. കോൺഗ്രസിൽ നിന്ന് വന്ന അരുൺ പ്രസാദിനെ കൊഴിഞ്ഞാമ്പാറ 2 ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാക്കിയത് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പ്രവർത്തകർ. 100-ലേറെ പ്രവർത്തകരാണ് പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ തീരുമാനം കാത്തിരിക്കുകയാണ് പ്രാദേശിക നേതൃത്വം. ഇക്ബാൽ അറക്കൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ഇക്ബാൽ, നേരത്തെ തന്നെ ഇയാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കുന്നതിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. അതിപ്പോൾ പുതിയ പാർട്ടി ഓഫീസ് തുറക്കുന്ന മട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു പാർട്ടി ഓഫീസ് തുറക്കുന്നതിനൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വം ഒക്കെ അതിൽ കൃത്യമായ മേൽനോട്ടം വഹിക്കുന്നതാണ്. ആ സമയത്താണ് വിമത വിഭാഗം ഒരു പാർട്ടി ഓഫീസ് തന്നെ കൊഴിഞ്ഞാമ്പാറയിൽ തുറക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വിനീത, ഇന്ന് രാവിലെയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലുള്ള ഈ വിമത CPM നേതാക്കളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പാർട്ടി ഓഫീസ് തുറന്നത്. കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി പാതയിലാണ് EMS സ്മാരകം എന്ന പേരിൽ ഈ വിമത നേതാക്കൾ ഇപ്പോൾ CPM-ന്റെ ഒരു പാർട്ടി ഓഫീസ് എന്ന പേരിൽ ഇപ്പോൾ ഒരു സമാന്തര ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 തവണ മാറ്റിവെച്ചതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം വണ്ണാമടയിൽ വെച്ച് കൊഴിഞ്ഞാമ്പാറ 2 ലോക്കൽ സമ്മേളനം നടന്നത്. അതായത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ മേഖലയിൽ നിലനിന്നിരുന്നു. കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്ന അരുൺ പ്രസാദിനെ ലോക്കൽ സെക്രട്ടറി ആക്കാൻ CPM-ന്റെ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരുന്നു. അല്ലെങ്കിൽ CPM-ന്റെ മുതിർന്ന ജില്ലാ നേതൃത്വത്തിലെ നേതാക്കൾ തന്നെ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊഴിഞ്ഞാമ്പാറ ലോക്കൽ കമ്മിറ്റിക്ക് പരിധിയിലുള്ള വിവിധ ബ്രാഞ്ചുകളിലെ പാർട്ടി മെമ്പർമാരും അതുപോലെ തന്നെ മേഖലയിലുള്ള വിവിധ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു സമാന്തര കൺവെൻഷൻ എല്ലാം അന്ന് ചേർന്നിരുന്നത്. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഉൾപ്പെടെ നിരവധി ആളുകൾ അന്ന് ആ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തതാണ്. ഇത്തരത്തിൽ പാർട്ടി വിട്ടുവരുന്ന അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ വരുന്ന ആളുകൾക്ക് അനർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകുന്നു. പാർട്ടിക്ക് വേണ്ടി ഇത്രയും ദീർഘകാലം പ്രവർത്തിച്ച ആളുകൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് കൃത്യമായ ഒരു വില ജില്ലാ നേതൃത്വമോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമോ കൽപ്പിക്കുന്നില്ല. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഏകപക്ഷീയമായി ജില്ലാ നേതൃത്വം തീരുമാനങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് അംഗീകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിലൊരു ഇടപെടൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിമത നേതാക്കളുടെ നേതൃത്വത്തിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഇതുവരെ ഒരു നടപടി സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല. ഉടൻ തന്നെ ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് തങ്ങൾ പോകുമെന്നാണ് ഇപ്പോൾ വിമത നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. 100-ലധികം പാർട്ടി പ്രവർത്തകർ തങ്ങൾക്കൊപ്പമുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സമാന്തര ഓഫീസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ ഈ വിമത വിഭാഗത്തിന്റെ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള സതീഷ്, അതുപോലെ തന്നെ മുൻ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ സമാന്തര ഓഫീസിന്റെ നിർമ്മാണത്തിന് അതുപോലെ തന്നെ അതിന്റെ ഉദ്ഘാടനത്തിനും ഇപ്പോൾ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഏതായാലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും CPM-ന് വിഭാഗീയത വലിയ രീതിയിൽ തലവേദനയാവുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ ഇടയിലെല്ലാം ഈ കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയതയും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിനെതിരായിട്ടുള്ള ഈ പരസ്യ പോരുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഏതായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ വേണമെന്നാണ് വിമത നേതാക്കൾ ആവശ്യപ്പെടുന്നത്.